ഇവൻ ഇറങ്ങിയില്ലേ ഇതുവരെ? ഒന്ന് ഇറങ്ങി വാടാ വാവേ. നിനക്ക് അവിടെ 11 മണിക്ക് എത്തണ്ടേ? പുലർകാല സുന്ദര സ്വപ്നം കഴിഞ്ഞമ്മേ. ഇപ്പം ഇറങ്ങും. എത്ര ദിവസം വീട്ട്? 2 എണ്ണം. പൈപ്പ് ശരിയല്ല. പൈപ്പിന് പകരമല്ലേ പാട്ടിടുന്നത്? നീ എന്തിനാ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന്? ഓ, ഞാനൊന്ന് തുറന്നേ ഉള്ളൂ. അല്ല ചേട്ടൻ നാടല്ലേ ഇപ്പോഴും ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു നടക്കാൻ? അതും ഏതോ ഒരു മാർക്കറ്റിംഗ് കമ്പനിയുടെ. എടി, മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജറാണ്. കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ക്യാബിനിൽ ഇരുന്നാൽ മതി. ഇങ്ങനെ ഓട്ടോ ആയിട്ട് തെണ്ടണ്ട. ചേട്ടൻ ഇത് എന്തോന്ന് പറഞ്ഞിട്ടാ ഇങ്ങനെ തന്നെ എല്ലാരും പറയുന്നത്? അവസാനം ടൈം കേട്ട് വീട് തോറും നടക്കാം. ഞാൻ നടന്നോളാം. ഓ, നടന്നു. ഒന്ന് മിണ്ടായിരിക്കടി. നീ പോയിക്കോ മോനെ. അതെ, ഈ ഷർട്ട് ഇങ്ങനെ അകത്തിട്ട നിനക്ക് അവിടെ ചെല്ലുമ്പോ ഒന്നുകൂടെ പോണോന്ന് തോന്നിയാലോ? ആ സുരേഷ് ചിലപ്പോൾ ഓട്ടോയ്ക്ക് വരും. താക്കോല് കൊടുത്തേക്ക്. എന്താ ഇന്നലത്തെ ഇന്റർവ്യൂ? എന്താവാൻ, കുഞ്ഞോള് പറഞ്ഞ പോലെ തന്നെ ഏതോ കമ്പനിയുടെ പേരും പറഞ്ഞ് ഹോം ഡെലിവറി. ഇന്നലെ ബാഗിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. വാ വിളിച്ചിട്ട് വന്നില്ലല്ലോ. അങ്ങേരെ അയക്കുന്ന പൈസ അപ്പം തന്നെ പിൻവലിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത മാസം അയക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ വരാൻ പറഞ്ഞേ. അതൊരു ദിവസം കഴിഞ്ഞിട്ട് എടുത്താലെന്താ? ബാങ്കല്ലേ, അവിടെ കിടക്കൂലേ? അതിന്റെ ഉലുമാലൊന്നും എനിക്കറിയില്ല, അങ്ങേർക്കേ അറിയൂ. എന്തായാലും വാവ് കാരണം എനിക്ക് കണക്കിന് കിട്ടി. ടൈം കെട്ടി മാനേജർ ആകുമ്പോഴതല്ലേ. കളിയാക്കാ സിസ്റ്ററേ, നമുക്ക് ടൈം കെട്ടണ്ട, മാനേജറും ആവണ്ട. പെങ്ങളുടെ കല്യാണം നടത്തണം. വലിയ കടമൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകണം. മേഴ്സി സിസ്റ്ററേ, അച്ചായനോട് പറഞ്ഞിട്ടേ എനിക്കവിടെ ചെറിയൊരു ജോലി വാങ്ങിത്താ. കൊള്ളാം. കാനഡയിലോ? അങ്ങ് ദുബായിക്ക് പോകണമല്ലോ. അത്ര എളുപ്പമൊന്നുമല്ല കാനഡയിൽ പോവാൻ. ഭയങ്കര ചെലവാ. ഈ ഞാൻ തന്നെ എത്ര കാലമായിട്ട് ശ്രമിക്കുക. അങ്ങോട്ട് പോവാണോ കാനഡയ്ക്ക്? ഉടനെ ഉണ്ടോ? ആ, ഈ പ്രാവശ്യം എല്ലാം ശരിയാവുന്ന പറഞ്ഞേ. അമ്മച്ചിയേ, നിങ്ങളാകെ 2 പേരല്ലേ ഉള്ളൂ. കഴിഞ്ഞ മാസമല്ലേ ഞാൻ ഒരു കുറ്റി കൊണ്ടുവന്ന് തന്ന്. അമ്മച്ചിയേ, അവളോ? ഞാൻ കരുതി നീ ഇത് കൊടുത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയെന്ന്. നിന്റെ മറ്റേ കുന്ത്രാണ്ടത്തിൽ ആരാണ്ടൊക്കെയോ വിളിച്ചു. ഒന്നും മയങ്ങാനൊത്തില്ല, വിളിയോട് വിളി. അതെ, വേറൊരു ഫോണുണ്ട്, അത് ഓഫ് ചെയ്യാൻ മറന്നു അമ്മ. കാനഡയിലേക്ക് പോകണമെന്ന് പറയുന്നവർക്ക് ഇച്ചായം കൊടുക്കുന്ന നമ്പറാ. മറുപടി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. അപ്പൊ അച്ഛനാള് പറ്റി പ്രോത്സാഹനാണല്ലേ. നീ അതിങ്ങോട്ടെടുത്ത് വെക്കടാ. കൈ നീട്ടുവാണ് സിസ്റ്ററെ. വേണ്ട, വെച്ചോ. എടാ വാവേ, നീ കവലയില്ലായിരുന്നോ? ഇല്ലിക്ക, എന്ത് പറ്റി? നമ്മുടെ അത്തിക്കാട്ട പ്രസാദ് ഏട്ടനെ കറണ്ട് അടിച്ചെന്ന് പറയുന്ന കേട്ട് രാവിലെ ടൗണിൽ നിന്ന്. എന്നിട്ട് വേറൊന്നും അറിഞ്ഞില്ല. അതെ, ഊതിയ വെള്ളം വെച്ച് നിൽക്കണ്ട, പിന്നെ ഫലവിലുണ്ടാകും. ഞാൻ